സൗദി അറേബ്യയിലെ വിവിധ പ്രവിശ്യകളെ ലക്ഷ്യമാക്കി നടന്ന വ്യോമാക്രമണ നീക്കങ്ങളെ സൗദി പ്രതിരോധ സേന വിജയകരമായി പ്രതിരോധിച്ചിരിക്കുകയാണ്. തുടർച്ചയായി നടന്ന ആക്രമണ ശ്രമങ്ങളിൽ ഇന്നലെ മാത്രം 70 ഡ്രോണുകളാണ് പ്രതിരോധ സേന വെടിവെച്ചിട്ടത്. വ്യാഴാഴ്ച 51 ഡ്രോണുകളും 2 ബാലിസ്റ്റിക് മിസൈലുകളും തകർത്തിരുന്നു. ഇതോടെ 2 ദിവസത്തിനിടെ ആകെ 121 ഡ്രോണുകളും 2 മിസൈലുകളുമാണ് പ്രതിരോധ സംവിധാനം തകർത്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ റിയാദിലെ അതീവ സുരക്ഷാ മേഖലയായ വിവിധ രാജ്യങ്ങളുടെ എംബസികൾ സ്ഥിതി ചെയ്യുന്ന ഡിപ്ലോമാറ്റിക് ക്വാർട്ടർ, കിഴക്കൻ പ്രവിശ്യയിലെ എണ്ണപ്പാടങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രധാനമായും ആക്രമണങ്ങൾ നടന്നിരുന്നു. കിഴക്കൻ പ്രവിശ്യ ലക്ഷ്യമിട്ടെത്തിയ 23 ഡ്രോണുകളെ പ്രതിരോധ മന്ത്രാലയം വിജയകരമായി തടയുകയും നശിപ്പിക്കുകയും ചെയ്തു. റുബൽ ഖാലി വഴി ഷെയ്ബ എണ്ണപ്പാടം ലക്ഷ്യമാക്കി നീങ്ങിയ 7 ഡ്രോണുകളാണ് സൈന്യം വെടിവെച്ചിട്ടത്. വിദേശ എംബസികൾ സ്ഥിതി ചെയ്യുന്ന റിയാദിലെ അതീവ സുരക്ഷാ മേഖലയ്ക്ക് സമീപം എത്തിയ ശത്രു ഡ്രോണിനെ സൈന്യം നിരീക്ഷിച്ച ശേഷം തകർക്കുകയായിരുന്നു. അൽ ഖർജിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിലേക്ക് വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലും ക്രൂയിസും നശിപ്പിച്ചതും അൽ മാലിക്കി പ്രത്യേകം എക്സ് പോസ്റ്റിൽ പരാമർശിച്ചിട്ടുണ്ട്. തലസ്ഥാനമായ റിയാദ് നഗരത്തിന് കിഴക്ക് മറ്റൊരു ഡ്രോൺ തടഞ്ഞു നിർത്തിയെന്ന് വക്താവ് പ്രസ്താവനയിൽ പറഞ്ഞു. റിയാദ് നഗരത്തിന് ഏകദേശം 80 കിലോമീറ്റർ തെക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന വ്യവസായിക മേഖലയായ അൽ ഖർജിൽ തുടർച്ചയായ 3-ാം ദിവസമാണ് മിസൈൽ ആക്രമണം ഉണ്ടാകുന്നത്. ഫെബ്രുവരി 28-ന് ഇസ്രായേലും അമേരിക്കയും ഇറാനെതിരെ വൻ വ്യോമാക്രമണം നടത്തിയതിനു ശേഷമുള്ള ആദ്യ ശ്രമമായിരുന്നു ഷെയ്ബ ഫീൽഡിൽ നടന്നത്. എണ്ണ ശുദ്ധീകരണശാലകളും വ്യാവസായിക കേന്ദ്രങ്ങളും ഉൾപ്പെടെ ഗൾഫ് മേഖലയിലെ വിവിധ ലക്ഷ്യങ്ങൾക്ക് നേരെ ടെഹ്റാൻ പ്രതികാര ആക്രമണങ്ങൾ നടത്തിയിരുന്നു. പ്രധാനമായും ഹൂത്തി മൂവ്മെന്റ് എന്ന യമനിലെ സായുധ സംഘടനയാണ് പലപ്പോഴും സൗദി അറേബ്യയിലേക്ക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നത്. ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലം യമനിൽ സിവിൽ വാർ ആണ്. യമനിലെ ആഭ്യന്തര യുദ്ധത്തിൽ സൗദി അറേബ്യ സൈനികമായി ഇടപെട്ടതോടെ ഹൂത്തി സേന സൗദി നഗരങ്ങൾക്കും എണ്ണ സൗകര്യങ്ങൾക്കും നേരെ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഈ ആക്രമണങ്ങൾ സൗദിയുടെ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾക്കും വലിയ ഭീഷണിയാണെന്ന് വിദഗ്ധർ പറയുന്നു. പ്രത്യേകിച്ച് സൗദി അറാംകോയുടെ എണ്ണ ശുദ്ധീകരണശാലകളും സംഭരണ കേന്ദ്രങ്ങളും പലപ്പോഴും ലക്ഷ്യമാക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തരം ആക്രമണങ്ങൾ ആഗോള എണ്ണ വിപണിയെയും ബാധിക്കുന്നതായി കാണപ്പെടുന്നു. കാരണം സൗദി അറേബ്യ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി രാജ്യങ്ങളിൽ ഒന്നാണ്. അതേസമയം സൗദി സർക്കാർ തന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. സൗദി അറേബ്യ ആർമഡ് ഫോഴ്സെയും സഖ്യരാജ്യങ്ങളുടെയും സഹായത്തോടെ നിരവധി ഡ്രോണുകളും മിസൈലുകളും തടഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. രാജ്യത്തിന്റെ പ്രധാന നഗരങ്ങൾ, വിമാനത്താവളങ്ങൾ, എണ്ണ ശുദ്ധീകരണ കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് കൂടുതൽ സുരക്ഷ നൽകുന്നതിന് പുതിയ പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നതിനാൽ സൗദി അറേബ്യക്ക് നേരെയുള്ള ഭീഷണികൾ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ സുരക്ഷയും എണ്ണ ഉൽപാദന മേഖലയുമാണ് അന്താരാഷ്ട്ര ശ്രദ്ധയിൽ തുടരുന്നത്. രാജ്യത്തിന്റെ വ്യോമാതിർത്തിക്കുള്ളിൽ പ്രവേശിച്ച 28 ഡ്രോണുകളാണ് തടഞ്ഞതായി പ്രതിരോധ മന്ത്രാലയ വക്താവ് മേജർ ജനറൽ തുർക്കി അൽ മാലിക്കി അറിയിച്ചത്. കിഴക്കൻ പ്രവിശ്യയിൽ 14 എണ്ണവും മധ്യകിഴക്കൻ മേഖലകളിൽ 7 എണ്ണവും അൽ ഖർജിലെ പ്രിൻസ് സുൽത്താൻ വ്യോമതാവളം ലക്ഷ്യമിട്ടെത്തിയ 3 എണ്ണവും റുബുൽ ഖാലി വനഭൂമിയിൽ 3 എണ്ണവും ഇതിൽ ഉൾപ്പെടുന്നു. റിയാദിലെ ഡിപ്ലോമാറ്റിക് ക്വാർട്ടർ ലക്ഷ്യമാക്കി തൊടുത്തുവിട്ട ഒരു ഡ്രോണും തകർത്തു. വ്യാഴാഴ്ച കിഴക്കൻ പ്രവിശ്യയിലേക്കും അൽ ഖർജിലേക്കും തൊടുത്തുവിട്ട 2 ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പുറമെ ഷെയ്ബ എണ്ണപ്പാടം ലക്ഷ്യമിട്ടെത്തിയ 17 ഡ്രോണുകളും സേന വെടിവെച്ചിരുന്നു. അൽ ഖർജിൽ നാഷണൽ പ്ലാറ്റ്ഫോം ഫോർ ഏർലി വാർണിംഗ് വഴി ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും 7 മിനിറ്റിനുള്ളിൽ അപകടാവസ്ഥ ഒഴിഞ്ഞതായി സിവിൽ ഡിഫൻസ് അറിയിച്ചു. സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അപകട സ്ഥലങ്ങളിൽ കൂട്ടം കൂടി നിൽക്കരുതെന്നും ഫോട്ടോ എടുക്കുന്നത് ഒഴിവാക്കണമെന്നും അധികൃതർ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.